എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 8ാമത്തെ ചാപ്റ്ററായ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഏത് ഭൂഖണ്ഡത്തിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ എ ആഫ്രിക്ക, ഓപ്ഷൻ ബി യൂറോപ്പ്, ഓപ്ഷൻ സി വടക്കേ അമേരിക്ക. നിങ്ങളുടെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ. നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം. മഹാശിലായുഗം. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശില സ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശില സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്നു അറിയപ്പെടുന്നു. മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു. കേരളത്തിലെ മറയൂർ, ചേരമനങ്ങാട്, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനക്കൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. ദക്ഷിണേന്ത്യ. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ. മഹാശില സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൃതശരീര അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാലാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മഹാശില സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. മഹാശില സ്മാരകങ്ങളിൽ നിന്നും ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടം ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശില സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന പ്രദേശങ്ങളെന്ന് നോക്കാം. വഞ്ചി, മധുരൈ, ഉറയൂർ എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴകം എന്ന പേരിലാണ് ഈ ഭാഗം അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ മുതലായവ. ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘസാഹിത്യ കൃതികളിൽ നിന്നാണ്. ഇവിടെ ഒരു സംഘസാഹിത്യം തന്നിരിക്കുന്നു. യാതും ഊരെ യാവരും കേളിർ, തീതും നൻറ്റും പിറർ തരവാര. പുറനാനൂറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതല്ല. സംഘസാഹിത്യ കൃതിയായ പുറനാനൂറിലെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിശേഷിപ്പിക്കുന്നു. പുറനാനൂറ് പോലെ നിരവധി സാഹിത്യ കൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അവയിൽ ചില പ്രധാന കൃതികളെ നമുക്ക് പരിചയപ്പെടാം. സംഘകാല കൃതികൾ: കുറുന്തൊക്കെ, അകനാനൂറ്, നറ്റിണൈ, 10 സംഘം കൃതികൾ. സംഘം കൃതികളെ പൊതുവിൽ
അകംപാട്ടുകളെന്നും പുറംപാട്ടുകളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകംപാട്ടുകൾ. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായി ജീവിതത്തെ പരാമർശിക്കുന്ന സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറംപാട്ടുകൾ. സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല എന്നിവ. സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല എന്നിവ. തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ. തിരുവള്ളുവറാണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ചിലപ്പതികാരം കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ഇളങ്കോ അടികളാണ്. കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ഇളങ്കോ അടികളാണ്. അടുത്തത് മണിമേഖല. കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ചീത്തലൈ ചാത്തനാർ ആണ് മണിമേഖല രചിച്ചത്. സംഘകാലത്തെ സാമൂഹ്യ സാമ്പത്തിക ജീവിതം. സംഘം കൃതികൾ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതം, കൃഷി, കാലിമേയ്ക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. സംഘകാലത്തെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാമൂഹ്യ ജീവിതം, സാമ്പത്തിക ജീവിതം. സാമൂഹ്യ ജീവിതത്തിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. സാമ്പത്തിക ജീവിതത്തിൽ കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവ മറ്റു ഉപജീവന മാർഗങ്ങളായിരുന്നു. വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അടുത്ത തിണകൾ. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തെ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായി സംഘം കൃതികൾ പരാമർശിക്കുന്നു. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായി സംഘം കൃതികളിൽ പരാമർശിക്കുന്നു. ഇവ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു. അതിലെ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് കാടും മല. അവിടുത്തെ ഉപജീവന മാർഗങ്ങൾ വനവിഭവ ശേഖരണവും വേട്ടയാടലും. മുല്ലൈ. അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ പുൽമേടുകൾ, കുറ്റിക്കാടുകൾ. ഉപജീവന മാർഗം കന്നുകാലി മേയ്ക്കൽ. പാലൈ. അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകളായിരുന്നു വരണ്ട പ്രദേശം. അവിടുത്തെ ഉപജീവന മാർഗം കൊള്ളയും കവർച്ചയും. മരുതം. ഭൂമിശാസ്ത്ര സവിശേഷതകൾ വയൽ പ്രദേശം. ഉപജീവന മാർഗം കൃഷി. നെയ്ത്തൽ. ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് തീരപ്രദേശം. അവിടുത്തെ ഉപജീവന മാർഗമായിരുന്നു മീൻപിടുത്തം, ഉപ്പുകുറുക്കൽ. ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റു തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങാടികൾ. പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും. അല്ലലാവണം അന്തിച്ചന്തയും നാളങ്ങാടി പകൽച്ചന്തയുമായിരുന്നു. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്തർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി
മൂവേന്തർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മൂവേന്തർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഈ രാജാക്കന്മാരെ കോ, കോൻ, കടുംകോ എന്നും വിളിച്ചിരുന്നു. സംഘകാലത്തിനു ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. മഹോദയപുരത്തെ പെരുമാക്കൾ. CE 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പെരുമാക്കൾ പിൽക്കാലത്ത് ചേരർ എന്നറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരന്മാർ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. മഹോദയപുരം CE 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണു രവി, ഇന്ദുകോത, ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. പെരുമാൾ ഭരണം. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളാക്കി തിരിച്ചിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശകൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. സാമ്പത്തിക പുരോഗതി. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും പെരുമാൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. സാംസ്കാരിക ജീവിതം. പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്തും വളരെയധികം മാറ്റമുണ്ടായി. സാംസ്കാരിക ജീവിതം. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായി മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. 12-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. അതോടെ അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. നാടുവാഴി സ്വരൂപങ്ങൾ. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. നാടുവഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലത്തുനാട്, കണ്ണൂർ, നെടിയിരുപ്പ്, കോഴിക്കോട്, പെരുമ്പടപ്പ്, കൊച്ചി, തൃപ്പാപ്പൂർ, വേണാട് എന്നിവ. നാടുവാഴി ഭരണത്തിന്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തിന്റെ ഫലമായാണ് നാടുവഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. മക്കത്തായവും മരുമക്കത്തായവും. പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ച അവകാശ രീതികളാണ് മക്കത്തായവും മരുമക്കത്തായവും. പിന്തുടർച്ച അവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മക്കത്തായം. എന്നാൽ പിന്തുടർച്ച അവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മരുമക്കത്തായം.
പ്രധാന നാടുവഴി സ്വരൂപങ്ങൾ: കോലത്തുനാട് സ്വരൂപം, കണ്ണൂർ കേന്ദ്രമാക്കി ഭരണം, ഭരണാധികാരി കോലത്തിരി എന്നറിയപ്പെട്ടിരുന്നു. നെടിയിരുപ്പ് സ്വരൂപം, കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം, ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടു. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. പെരുമ്പടപ്പ് സ്വരൂപം, കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. തൃപ്പാപ്പൂർ സ്വരൂപം, കേരളത്തിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപം. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു. വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആയിരുന്നു. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആയിരുന്നു. മാമാങ്കം, ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിയിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. ഇവിടെ മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ചില പരിഷ്കാരങ്ങൾ തന്നിരിക്കുന്നു, നമുക്ക് നോക്കാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തൃപ്പടിദാനം നടത്തി. ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. തൃപ്പടിദാനം 1750 ജനുവരി 3-ാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. 1750 ജനുവരി 3-നാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. തിരുവിതാംകൂറിലെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തന്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. അതിരു കവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇത്. പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിന്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടതാണ് ഇന്നത്തെ കേരളം രൂപീകൃതമായത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിലൊരു ചോദ്യം ചോദിച്ചിരുന്നു, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഏത് ഭൂഖണ്ഡത്തിലൂടെയാണ് ഒഴുകുന്നതെന്ന്. ഉത്തരം ഓപ്ഷൻ എ, ആഫ്രിക്ക. താങ്ക് യു.